മടവൂർ ശൈഖുന ആരാ താങ്കളെ മനസ്സിലാക്കിയത്? ഒന്നുകൂടി AP അബൂബക്കർ മുസ്ലിയാർ തന്നെ വന്നോട്ടെ. ബഹുമാനപ്പെട്ട മടവൂര് സിയം വലിയുള്ളാഹി അവരുടെ ആണ്ട് നേർച്ചയും കൂടിയാണ് ഇന്നിവിടെ നടത്തുന്നത്. സിയം വലിയുള്ളാഹി ശൈഖുൽ മശായിഖ് മഹാനവറുകൾ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആളും ആ കാലഘട്ടത്തെ കുത്തുബും ഔസും എല്ലാമായിരുന്നു. അതിനൊന്നും തർക്കമില്ല. ആ കാലഘട്ടത്തിലെ ഗൗസും കുത്തുബുമായിരുന്നു. ഏറ്റവും വലിയ കുത്തുബ്, ഏറ്റവും വലിയ മഹാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു മഹാനെ സംബന്ധിച്ചാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളൊന്നും മനസ്സിന്ന് പോകൂല. അയാളാണ് ഇപ്പൊ മുഖ്യപ്രഭാഷകൻ. എന്താണ് പറഞ്ഞ്? മടവൂര് ശൈഖുന ഖുതുബുൽ ആലമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അന ഖുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇയാളെ മറുപടി എന്താ? അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞ നേരത്തെ മൂപ്പർക്ക് ജതുബായിരിക്കും, സമനില തെറ്റിയിട്ടുണ്ടാവും. ഇവരെ സംഘടനയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ നല്ല ഓർമ്മയില്ല. 2 കുട്ടി ഉണ്ടാവുമെന്ന് പൊന്മളിനോട് പറഞ്ഞ ഓർമ്മയിൽ പറഞ്ഞതാണ്. കാരണം എന്താ? പിന്നീട് 2 കുട്ടി ഉണ്ടായി, അത് ഓർമ്മയിലേ നടക്കുള്ളല്ലോ. നോക്കുങ്ങൾ ഇങ്ങനെയുള്ള സംഗതികൾ അവരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അധികവും കള്ളത്തരം, പച്ചയായ കളവ പറയാ. എന്നിട്ട് അതിലേക്ക് കൂട്ടിയിട്ട് ഈ വലിയ വലിയ വാക്കുകൾ വരുമ്പോ ശൈഖുൽ മശായിഖാണെന്ന് പറയുമ്പോ, ഖുതുബുൽ ആലമാണെന്ന് പറയുമ്പോ അപ്പൊ പറയും ജദബിലാണ്. അപ്പൊ അവര് പറഞ്ഞു, അന ഖുതുബുൽ ആലെന്ന് ശൈഖുൻ എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജദബിലാകും. അപ്പൊ എനിക്ക് ജദബില്ലാന്ന് ശൈഖുന പറഞ്ഞല്ലോ. അത് വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാട്ടോ. കാരണം ശൈഖുനയെ സംബന്ധിച്ച് ജദബ് എന്ന് പോലെ അർത്ഥം വെക്കുന്ന ഒരു ഭാഷയാണ്. ജദബുകാരുണ്ട്, അത് വേറെ. ഇവര് ജദബുകാരുണ്ട്, മാനസികമായ അസ്വസ്ഥത ഉണ്ടായി എന്നാണ്. അങ്ങനെ ഒരു അവസ്ഥ എനിക്കില്ല എന്ന് ആര് പ്രഖ്യാപിക്കുകയാണ്? ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു സിറഹു. അപ്പൊ അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ ശൈഖുന പ്രഖ്യാപിച്ചതല്ല ജദബ ഫിയ. അപ്പൊ പൊന്മള എന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തിന്റെ ഇബ്നു തൈമിയക്ക് എന്താ പറ്റിയത്? ഇബ്നു തൈമിയുടെ മുന്നിൽ ഗൗസുൽ ആലമിന്റെ കറാമത്തും പേരുകളും വന്നു. ഇബ്നു തൈമിയ പറഞ്ഞു, വലിയാണെന്നൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്, വലിയാണ്, കറാമത്തുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പേരൊന്നും പറയാൻ ഞാൻ സമ്മതിക്കൂല. ഖുതുബുൽ അഖ്താബ്, ഖുതുബുൽ ആലം, ഗൗസുൽ ആലം ഇതൊക്കെ ശിർക്കാണ്, പേര് പറയാൻ പാടില്ല. അന്നൊരു ഇബ്നു തൈമിയ ഉള്ളെങ്കിൽ ഇന്ന് അതിൻ്റെ വാരിസ്യങ്ങൾ ഒരുപാട് പെറ്റി പെരുകി കിടക്കണം. എന്താണ് പറഞ്ഞത് പൊന്മള? ലാ ജദ്ബ ഫിയ എന്ന് പറഞ്ഞതും ജദ്ബിലാകും. എത്ര വലിയ അദബുകേട്! ശൈഖുന പറയാണ്, എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല. ആ അവസ്ഥ ഇല്ല എന്ന് പറഞ്ഞത് മാനസിക നില തെറ്റിയ അവസ്ഥയിലാകും. ഇങ്ങനെ ശൈഖുനയെ നിന്ദിച്ച വഹാബി പോലും ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞ, അയാളെ വിളിക്കണതിന് പകരം ബാലുശ്ശേരിനെ വിളിച്ചാൽ മതി. ഇതിവിടെ പറഞ്ഞതല്ലേ? ഇയാളെ ഭയപ്പെട്ടിട്ടാണോ നിങ്ങൾ ജീവിക്കണത്? ഇവിടല്ലേ ഇ കെ ഉസ്താദിന്റെ മഹത്വം? ഇ കെ ഉസ്താദിന്റെ മുശാവറയിൽപ്പെട്ട ആളുകൾ തന്നെ മടവൂര് ശൈഖുനക്കെതിരെ വന്നപ്പോ ആ മുശാവറയെ മറികടന്നാണ് പ്രഖ്യാപനം നടത്തിയത്. മടവൂര് ശൈഖുന ഏതെങ്കിലും ഒരു ആലിമുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇ കെ ഉസ്താദിനോടാണ്. അവിടുത്തെ വീട്ടിലല്ലേ പോയി താമസിച്ചത്. ഇതൊരു മോനും ശിഷ്യനും കൂടി വന്നപ്പോഴെന്നെ ബലിബേജാറായി. അതേപോലെ ആയിരുന്നു ശംസുൽ ഉലമ. എന്നിട്ട് ആ പറഞ്ഞതിനെ ജദ്ബിലേക്ക് മാറ്റുകയാണ്. അതൊന്ന് കേട്ടു നോക്കൂ. ഏറ്റവും നമ്മുടെ മനസ്സ് വേദനിക്കുന്ന ഭാഗം വെച്ചോടുക്കൂ. അങ്ങനത്തെ വിലായത്തിന് മർക്കോക്കാർ നമുക്ക് എതിരൊന്നുമില്ല. സിയം വലിയുള്ളാഹിയെ കുറിച്ച് അവര് ഖുതുബുൽ ആലമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ.
അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് ഉസ്താദ് അംഗീകരിക്കാത്തത്? അംഗീകരിക്കാത്ത പ്രശ്നമില്ല. കാരണം അതൊക്കെ പറഞ്ഞ നേരത്തും ഈ ആൾക്ക് ജതുബുള്ള നേരത്താവാൻ പറഞ്ഞു തന്നെ. അപ്പൊ അതും പറഞ്ഞു ഓരോരാള് മൂപ്പർക്ക് എനിക്ക് ജതുവൊന്നുമില്ല എന്ന് പറഞ്ഞു മൂപ്പര്. ഞാവും ജതുബിലാവെന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ജതുബൊന്നുമില്ല എന്ന് പറഞ്ഞതും ജതുബിലാകും. ലോക ചരിത്രത്തിൽ ഒരു വലിയനെ ഇത്രയും പറഞ്ഞൊരു ഒരാൾ വന്നിട്ടുണ്ടാവില്ല. ജദ്ബ് എന്നത് ലവലേശം ബാധിക്കാത്ത ശൈഖുൽ മശായിഖാണ് ശൈഖുനാ മടവൂർ. നിങ്ങളെ പറഞ്ഞ ജദ്ബ്. കാരണം ശൈഖുൽ മശായിഖ് എന്ന് പറഞ്ഞാൽ എന്താ? മശായിഖന്മാരെ തന്നെ നിയന്ത്രിക്കുന്നവരാണ് ശൈഖുൽ മശായിഖ്. അതല്ലേ ഇവിടെ സ്ഥിരപ്പെട്ടത്. അത് നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാൻ, ഈ നൂറ്റാണ്ടിലെ അൽ ഖുതുബ്, ഓക്കെ ഉസ്താദിനെ വരെ നിയന്ത്രിക്കുന്ന ശൈഖുൽ മശായിഖ്. അങ്ങനെ ഈ സമൂഹത്തിന്റെ എല്ലാ നിയന്ത്രണവും ഏറ്റെടുത്ത ശൈഖുന എങ്ങനെ പിന്നെ മജ്ദൂബാകും? നിങ്ങൾ ഈ പറഞ്ഞ മാനസിക അസ്വസ്ഥത ഉള്ള ആളാകും. ഇത് അന്ന് പറഞ്ഞു എന്ന് മാത്രല്ല, ഈ മാസത്തെ നിങ്ങളുടെ സുന്നി, നിങ്ങൾ എന്ത് ഉറൂസാണോ ഈ നടത്തുന്നത്? ഈ മാസത്തെ സുന്നി വോയിസ് മാസം തന്നെ ഈ മാസം പുറത്തിറങ്ങിയത്, അതില് ജദ്ബിനെ കുറിച്ചുള്ള ലേഖനം, ആ ലേഖനം നിങ്ങൾ കൊണ്ടുപോയി അവസാനിപ്പിച്ചത് എവിടെയാണ്? ഞാനൊന്ന് വായിക്കാം, കേട്ടോളൂ. ഈ അടുത്ത കാലത്ത് മഹാനായ CM വലിയുല്ലാഹിയെ കുറിച്ച് റളിയല്ലാഹു അൻഹു ഉപയോഗിക്കുന്ന നാമാണ് നബ്ബറല്ലാഹു മർക്കദ. ഇപ്പം എന്തുവായിരുന്നിട്ടാണ്ട് ഓലെ ഖബർ പ്രകാശിപ്പിക്കാൻ. വലിയുല്ലാഹിയെ കുറിച്ച് പടച്ചവനാണ്, മാലിക്കുൽ മുൽക്കാണ്, അർശിന്റെ നാഥനാണ് തുടങ്ങിയ പരാമർശങ്ങളോടെ പാട്ടുപാടിയവരും അതിനെ ന്യായീകരിച്ചവർ ഞങ്ങൾ കിതാബ് വെച്ചാ ന്യായീകരിച്ചത് അല്ലെന്ന് സ്ഥിരപ്പെടുത്താൻ ഭൂമിയിൽ ഏൽപ്പിക്കാരനുണ്ടെങ്കിൽ വരൂ, കിതാബ് വെച്ച് സംവദിക്കാം നമുക്ക് എന്നിട്ട് പറയാ. തുടങ്ങിയ പരാമർശങ്ങളോടെ പാട്ടുപാടിയവരും അതിനെ ന്യായീകരിച്ചവരുമായ കള്ളത്തൊരീക്കത്തുകാർ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? മടവൂര് ശൈഖുന പറഞ്ഞ വാക്കിനെ ന്യായീകരിച്ചുകൊണ്ട് ഞങ്ങൾ കള്ളത്തൊരീക്കത്തുകാരായിരുന്നോ? എന്നാ അപ്പറഞ്ഞ കള്ളത്തൊരീക്കത്തുകാർ തന്നെയാണ് ഞങ്ങൾ. ഇമാം ഷാഫി തങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ അഹ്ലുബൈത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഷിയയായി. ഷിയയാണല്ലോ ഞാൻ, ഇനിയും ഞാൻ പറയും. നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണ്ടേ ഞങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ? ഞങ്ങൾക്ക് ഒരൊറ്റ അംഗീകാരം ആവശ്യമുള്ളൂ, അത് ശൈഖ് മടവൂർ. എന്നിട്ട് ഇതാട്ടോ സുന്നി വോയിസ. ആ വിഷയത്തിൽ ഇതാ പാടിയവരും അതിനെ ന്യായീകരിച്ചും കള്ളത്തൊരീക്കത്തുകാർ ആ വിഷയത്തിൽ അദ്ദേഹത്തെ പിൻപറ്റുകയാണ് എന്നാണ് അവകാശപ്പെടാറുള്ളത്. അതിൽ പിൻപറ്റലില്ല, അത് കേട്ട് അംഗീകരിക്കുക, അല്ല നമ്മളും അതിനെ പ്രഖ്യാപിക്കുക, അതില്ല. എന്നിട്ട് പറയാ, പക്ഷേ അദ്ദേഹം അപ്രകാരം പറഞ്ഞതായി യാതൊരു രേഖയുമില്ല. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ശൈഖുന ഏതാ ഇവനൊക്കെ ജീവിച്ച് ഈ ഭൂമിയിൽ നമ്മളും ജീവിക്കേണ്ടി വന്നല്ലോ. എന്നിട്ട് പറയാ, അങ്ങനെ പറഞ്ഞ രേഖയല്ല. രേഖ എന്താപ്പോ എൻ്റെ സിറാജിൽ പറഞ്ഞു, കേട്ടവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് രേഖയാണത്. ഇനി അടുത്ത കേട്ടു, ഇനി ശൈഖുനാന്ന് ഞാൻ പറഞ്ഞ അതിലില്ല, പറഞ്ഞു വന്നാൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ ജദ്ബിൻ്റെ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ പറഞ്ഞാരെ മടവൂര് ശൈഖുനയുടെ ഉളുപ്പില്ലേ നിങ്ങൾക്ക് സുന്നി വോയിസ് എന്നും പറഞ്ഞിട്ട് ശൈഖുൽ മശായിഖാണെന്ന് ലോകം രേഖപ്പെടുത്തിയ ഒരു മഹാനെ സംബന്ധിച്ച് ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത അവസ്ഥയിൽ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാൻ, അത് എഴുതി പിടിപ്പിക്കാൻ മാത്രം ഈ പത്രം മതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്രം ഭൂമി ലോകത്ത് നിലനിൽക്കാൻ പാടില്ല. ഇത് ചീന്തി പറിച്ച് കളയേണ്ട സാധനമാണ്. ഇതിനൊന്നും ഭൂമിയിൽ നിലനിൽപ്പില്ല. ഇതിനെ ഇങ്ങനെയല്ലാതെ ഇതിന് വേറെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ സാധനം ഭൂമിയിൽ നിൽക്കാൻ പാടില്ല. കാരണം ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ അള്ളാഹുവിന്റെ റസൂലിന്റെ നേരിട്ടുള്ള വാരിസാണവർ. അവരുടെ മഹത്വം അതാണ്.